അങ്ങനെ നമ്മുടെ സെക്കൻഡ് സിറ്റിങ്ങിൻ്റെ എക്സ്ട്രാക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു 1200ഓളം ഗ്രാഫ്റ്റുകളാണ് ഈ ഒരു സെഷനിൽ കിട്ടിയത്. ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞ കണക്ക് തന്നെ നമ്മൾ എന്താക്കണമെന്ന് വെച്ചെങ്കിൽ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ തൊട്ട് നമ്മൾ എന്തായാലും നമ്മൾ കെയർ ചെയ്തേ പറ്റും. അപ്പം ഏറ്റവും ബെസ്റ്റ് കാറിൽ തന്നെയാണ്. കാർ ഉണ്ടെങ്കിൽ കാറിൽ തന്നെ വന്ന് ചെയ്തിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. പിന്നെ അതില്ലാന്നുണ്ടെങ്കിൽ ട്രെയിനും ബസ്സും. അപ്പം അത് അങ്ങനെയാണെങ്കിൽ അത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇത് തന്നെയാണ് ലൊക്കേഷൻ എത്തി. ഹെയറോഡൻറ്റ് ലൊക്കേഷൻ കറക്റ്റ് നമ്മൾ ഗൂഗിളിൽ ഹെയറോഡൻറ്റ് കാലിക്കറ്റ് അടിച്ചെങ്കിൽ കറക്റ്റ് പ്രോപ്പറായിട്ട് ലൊക്കേഷൻ ഇവിടെ കിട്ടും. നമ്മൾ ബ്രാഞ്ചിലമർത്തി അങ്ങനെ ഇപ്പം ഗ്രാഫ്റ്റ് ബാക്കിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ടിൽ വെക്കാനേ ഉള്ളൂ. ഞാൻ ഒരു അലൈസേഷൻ ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു ചെറിയ വേദന, പിന്നെ നമുക്ക് വേദനയും കാര്യങ്ങളൊന്നുമില്ല. ആ ജസ്റ്റ് ഒരു തെരുപ്പിൻ്റെ സൂചി വെക്കുമ്പോൾ ഉള്ള ഒരു വേദന മാത്രം നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് സഹിച്ചാൽ മതി. ബാക്കി പിന്നെ ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ല. ഏതായാലും അത് കഴിഞ്ഞിട്ട് കാണാം. നമ്മളിപ്പോൾ ഉള്ളത് ഹെയറോഡൻറ്റ് കാലിക്കറ്റിലാണ്. ഇദ്ദേഹം നിങ്ങൾക്ക് അറിയാം, നമ്മുടെ അടുത്ത് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ട് അദ്ദേഹം റിസൾട്ടിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. ഇദ്ദേഹത്തിൻ്റെ ചാനലിൽ മുമ്പ് നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത ടൈം മുതൽ ഇതുവരെയുള്ള അപ്ഡേറ്റ്, ഇത്രയും നാളത്തെ അപ്ഡേറ്റ് വീഡിയോസ് കാണാൻ ആഗ്രഹമുള്ളവർക്ക് അതിലിട്ട് നോക്കാം. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ട് ഏകദേശം ഒരു 8-9 മാസത്തോളമായി. അപ്പം ഒരു 9 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ജനറലി കുറച്ച് സോഫ്റ്റ് മുടിയുള്ള ഒരാളായതുകൊണ്ട് തന്നെ നമ്മൾ അന്ന് എത്ര ഗ്രാഫ്റ്റ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്? 3000. നമ്മൾ 3000 ഗ്രാഫ്റ്റോളം ചെയ്തതാണ്. പക്ഷേ ആ മുടി കുറച്ച് സോഫ്റ്റ് ആയതുകൊണ്ട് ഫുള്ള് ഒരു ഡെൻസിറ്റി, പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഡെൻസിറ്റി ഫുൾ ആവേണ്ട ഒരു ടൈമും ആയിട്ടില്ല. ആക്ച്വലി ഒരു 12 മാസം വരെയാണ് ആ ഫുള്ള് ഡെൻസിറ്റി ആവാനുള്ള ടൈം. എന്നാലും അദ്ദേഹം വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ നമുക്ക് ലൈറ്റിനടിയിലൊക്കെ നിൽക്കുമ്പോൾ ആ ഒരു ഉള്ളു കാണുന്ന ഫീൽ ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാം. ഇവിടെയൊക്കെ ഒരു ചെറിയൊരു ഉള്ളുകുറവ് ഇപ്പോഴും ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഒന്നുകൂടെ ഗ്യാപ്പിലൊക്കെ ഫില്ല് ചെയ്ത് റെഡിയാക്കുക എന്നുള്ളൊരു പ്ലാനിലെത്തിയത്. അപ്പം ഇന്ന് അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് സെഷനാണ്. അപ്പോൾ ഇന്ന് ഇപ്പോൾ ഡോണർ ഏരിയ കുഴപ്പമൊന്നുമില്ല. അത് നമുക്കൊരു ഇന്നത്തെ ഇതിലൊരു 1000 ഗ്രാഫ്റ്റ് കിട്ടിയാൽ അത്രയും നല്ലത്. കാര്യം ഗ്രാഫ്റ്റ് കുറച്ച് തിന്നായതുകൊണ്ടാണ് നമുക്ക് അത്രയും ഗ്രാഫ്റ്റ് വേണ്ടി വരുന്ന ഒരു അവസ്ഥ എത്തിയത്. അപ്പം ഒരു റൗണ്ടും കൂടെ എടുത്തിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് റെഡിയാക്കാവുന്ന ഒരു കേസാണത്. അപ്പം നമുക്ക് ഇത്രയും നാളത്തെ അദ്ദേഹത്തിൻ്റെ അനുഭവം എന്താണെന്നുള്ളത് ചോദിച്ചു നോക്കാം. അന്നത്തെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞപ്പോൾ ഒരു 10 ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല നീരുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ഡോക്ടർ പറഞ്ഞ പോലെ റെസ്റ്റ് പ്രോപ്പറായിട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനത്തെ നീരും കാര്യങ്ങളൊന്നും വന്നില്ല. പിന്നെ പെയിന് എത്ര ദിവസം ഉണ്ടായിരുന്നു? കുറച്ച് ദിവസം ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ തന്നെ ആ പെയിനൊക്കെ പോയിട്ടുണ്ട്. സാധാരണ മിക്ക ആളുകളും പറയാറുള്ള കാര്യം ആദ്യത്തെ ഒരു 3-4 ദിവസം വലിയ പെയിൻ ഉണ്ടാവില്ല. ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് ഡോണറിയിൽ ആദ്യത്തെ 3-4 ദിവസം പെയിൻ ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് പതുക്കെ പെയിൻ തുടങ്ങുകയാണ് ചെയ്യുക. അതെന്താണെന്ന് വെച്ചാൽ ഈ അനസ്തേഷ്യൻ്റെ എഫക്റ്റ് എല്ലാം പോയി എന്നുള്ളൊരു സൈനാണത്. അതൊരു നല്ല സൈനായിട്ട് വേണം കണക്കാക്കാൻ. അപ്പോൾ അങ്ങനെ ഒരു പെയിൻ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ പെയിൻ കില്ലർ ടാബ്ലറ്റ് കഴിച്ച് മാറാമെന്നുള്ളതാണ് നമുക്കതിൽ ചെയ്യാൻ പറ്റുക. അല്ലാതെ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു 10 ദിവസമാണ് നോർമലി പറയുന്ന ഒരു റിക്കവറി ടൈം എന്ന് പറയുന്നത്. ഇപ്പോഴായാലും നിങ്ങൾക്ക് കാണാം ഡോണർ ഏരിയ, സഫൻ ഡോണർ ഏരിയ പക്ക ക്ലിയർ ആയിട്ടുണ്ട്. ഇത്രയും ഗ്രാഫ്റ്റ് ഒന്നും എടുത്താൽ നമുക്ക് കണ്ടാൽ തന്നെ അറിയാത്ത രീതിയിൽ അത് ക്ലിയർ ആയിട്ടുമുണ്ട്. പിന്നെ നമ്മുടെ ഈ ക്രൗൺ ഏരിയയിലായാലും ഇപ്പോഴും ഒരു ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഒരു ലെവലിലേക്കൊന്നും എത്തിയിട്ടില്ല. ഇവിടെ ഇപ്പോഴും ഒരു PRP ട്രൈ ഔട്ട് പോലത്തെ ഒരു ലെവലാണ് ഇവിടെ. അതൊന്നും കുഴപ്പമില്ല. നിങ്ങൾക്ക് കാണാം നമ്മൾ നോർമലി ഫ്രണ്ട് കവറേജ് എന്ന് പറയുന്നത് ഹെയർ ലൈൻ മുതൽ തലേൻ്റെ ഒരു മിഡിൽ വരെ വരുന്ന ഇത്ര ഏരിയയാണ് ഫ്രണ്ട് കവറേജ് എന്ന് പറയുന്നത്. അപ്പം ഇത്ര ഏരിയയാണ് നമ്മളന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് കാണാം നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തതൊക്കെ അത്യാവശ്യം വന്നിട്ടുണ്ട്. അടുത്തേക്കും ഇംപ്ലാന്റേഷൻ ചെയ്ത മുടികളൊക്കെ അത്യാവശ്യം വന്നിട്ടുണ്ട്. പക്ഷേ ഇടയിൽ ഇപ്പോഴും ചില ഏരിയയിലൊക്കെ ഗ്രാഫ്റ്റ് ഇപ്പോഴും സ്പ്രൗട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. പക്ഷെ എന്നാലും അല്ലേ ഈ ചെറിയ ഗ്യാപ്പുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴും ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ ഗ്യാപ്പിലൊക്കെ ഒന്നുകൂടെ ഫില്ല് ചെയ്താൽ റെഡി ആവുന്നൊരു കാര്യമുള്ളൂ. പിന്നെ ഇദ്ദേഹത്തിനോട് നമ്മൾ മിനോക്സിഡിൽ യൂസ് ചെയ്യാനായിട്ട് സജസ്റ്റ് ചെയ്തിട്ടില്ല. വൈറ്റമിൻ സപ്ലിമെൻറ്റ്സും അതേപോലെ PRP ചെയ്തിട്ടുണ്ടായിരുന്നോ? PRPയും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ കൂടെ മാത്രമുള്ള റിസൾട്ടാണ് ഇപ്പം ഈ ഒരു അച്ചീവ് ചെയ്തത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി മുടി ട്രിം ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കാം. ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഏരിയ അതൊന്ന് മാർക്ക് ചെയ്യണം. ചെയ്യാൻ മാത്രമല്ല, പക്ഷെ ഇവിടെ ഉള്ളിൽ കാണുന്നതെന്ന് വെച്ചാൽ ഹെയർസൊക്കെ തിന്നിങ് ആയിട്ടുണ്ട്. PRP ട്രൈ ഔട്ട് ആയിട്ടുള്ളൂ.
അഥവാ ചെയ്യുകയാണെങ്കിൽ ക്രൗണായിട്ട് നോക്കുന്നത് ഈ ഏരിയ നോക്കണം. അഥവാ ബാക്കി ഉണ്ടെങ്കിൽ ഇവിടെ നല്ല ഡെൻസിറ്റി ചെയ്തിട്ട് പിന്നെ നോക്കുന്ന ക്രൗൺ നോക്കണം, അതോ ഇവിടത്തേക്ക് ചെയ്താൽ മതി. ക്രൗൺ ഏരിയയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ എല്ലാ സ്ഥലത്തും ഇപ്പം മുടിയുണ്ട്. ഇവിടെ ചെറിയൊരു ഉള്ളുകുറവാണ് ഇപ്പോഴുള്ള പ്രശ്നം. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓൾറെഡി ഉള്ള മുടിയുടെ മേലെ കൂടെ നമുക്ക് മുടി വെക്കാൻ പറ്റില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളതും ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതും ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. എന്നാലും ഇപ്പം ഇതിൻ്റെ കൂടെ ഇനിയിപ്പോൾ ഗ്രാഫ്റ്റ് എക്സ്ട്രാ കിട്ടുകയാണെങ്കിൽ നമുക്കിത് ട്രിം ചെയ്തിട്ട് ഗ്യാപ്പുകളുടെ അടുത്തൊന്ന് ഫില്ല് ചെയ്യാനായിട്ട് കൂടെ നോക്കാം. അങ്ങനെ നമ്മുടെ സെക്കൻഡ് സിറ്റിങ്ങിൻ്റെ എക്സ്ട്രാക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു 1200ഓളം ഗ്രാഫ്റ്റുകളാണ് ഈ ഒരു സെഷനിൽ കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട് കവറേജ് ഇപ്പോൾ നമുക്ക് ഫില്ലിങ് ചെയ്യാൻ ഇപ്പോൾ കിട്ടിയ 1200ൻ്റെ ആവശ്യമില്ല. അപ്പം ഒരു പക്ഷേ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഈ ക്രൗൺ ഏരിയയിലും കൂടെ ഫില്ലിങ് ചെയ്യാനായിട്ട് നമുക്ക് ഗ്രാഫ്റ്റ് ഉണ്ടാവും. അപ്പം ഇപ്പോൾ എക്സ്ട്രാക്ഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. എന്താണ് ഇപ്പോൾ തോന്നുന്നത്? ബാക്കിൽ വേദന ഉണ്ടോ? അനസ്തേഷ്യ തരുമ്പോൾ ആ ടൈമിലൊരു വേദനയില്ല. പിന്നെ കമിഴ്ന്ന് കിടന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒരു 1-1.5 മണിക്കൂറോളം കമിഴ്ന്ന് കിടക്കേണ്ടി വരുന്നതുകൊണ്ട് ആ ഫേസ് വെക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് പിന്നെയും ആളുകൾ പറയാറ്. അതല്ലാതെ വേദനേൻ്റെ ഒരു അങ്ങനെ എൻ്റെ ഈ ഒരു ഏരിയ വെച്ചിട്ടുണ്ട് ഗ്രാഫ്റ്റ്. ഇനി ബാക്കിലും കൂടി കവർ ചെയ്യാനുണ്ട്. അപ്പം അതിനിടയ്ക്ക് ചെറിയൊരു ബ്രേക്ക്. അപ്പം ഇടയ്ക്ക് ഭക്ഷണം കഴിക്കുന്നുണ്ട്. പിന്നെ ഫുഡെല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഉച്ചഭക്ഷണമെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അങ്ങനെ കഴിച്ചുകൊണ്ടുണ്ട്. ഇനി കുറച്ച് റെസ്റ്റ് കഴിഞ്ഞിട്ട് ഇനി ബാക്കിയിലും കൂടി കവർ ചെയ്യാനുണ്ട്. ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എല്ലാം ഇപ്പൊ കഴിഞ്ഞ് കംപ്ലീറ്റ് ക്ലിയർ ആയി ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്നത്
അപ്പൊ നമ്മളെ ഡോക്ടർ എന്താണ് നമുക്ക് സഫാൻ്റെ ആദ്യം നമ്മൾ ഒരു സിറ്റിംഗ് ചെയ്തതാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏതൊരു കേസ് ചെയ്യുമ്പോഴും ഒരു സെക്കൻഡ് സിറ്റിങ്ങിലേക്ക് പോകാത്ത രീതിയിലാണ് നമ്മൾ പരമാവധി ചെയ്യാൻ നോക്കാറ്. പിന്നെ സഫാൻ്റെ കേസിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, തിക്കായിട്ടുള്ള ഗ്രാഫ്റ്റ് കിട്ടിയതുകൊണ്ട് നമ്മൾ കുറച്ച് വിട്ട് ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ പിന്നായതുകൊണ്ട് കുറച്ച് ഉള്ളു പറഞ്ഞു പോയതോ ഇതിന് ഏതോ ഒരു റീസണാണ്. അപ്പോൾ എന്തോ ആയിക്കോട്ടെ, എന്തായാലും സഫാന് ഒരു ഉള്ളൂറോ തോന്നിയതുകൊണ്ടാണ് നമ്മൾ ഒന്നുകൂടെ ഫില്ല് ചെയ്തിട്ട് അത് റെഡിയാക്കിയത്. അപ്പം ഇനിയൊരു ഒന്നുകൂടെ ചെയ്യേണ്ട ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ. അതേപോലെ നിങ്ങൾ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഒരു ഉള്ളുറവൊക്കെ ഫേസ് ചെയ്തിട്ടല്ല അങ്ങനെ പ്രശ്നമായിട്ട് ഇരിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ എവിടെ ചെയ്ത ഒരാളാണെങ്കിലും അതൊന്നുകൂടെ ഫില്ല് ചെയ്ത് ശരിയാക്കാൻ ഓപ്ഷൻ ഉണ്ട്. അല്ലാതെ അവിടെ കഴിഞ്ഞു പോയിന്നോ അല്ലെങ്കിൽ അങ്ങനെ ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട. അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ എന്റെ ഇതില് ക്രൗൺ ഏരിയയിലും കൂടി ജസ്റ്റ് ഫില്ല് ചെയ്യാന്ന് ഫസ്റ്റ് ഡോക്ടർ പറഞ്ഞത്. കാരണം പിന്നെ ലാസ്റ്റ് വെച്ചെങ്കിൽ കംപ്ലീറ്റ് ഫ്രണ്ടിൽ തന്നെ കംപ്ലീറ്റ് കവർ ചെയ്തിട്ട് തന്നെ ചെയ്തത്. അത്യാവശ്യം ഗ്രാഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം ചെയ്ത് വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ഗ്രാഫ്റ്റേ ബാക്കി വരുന്നുള്ളൂ ക്രൗൺ ഏരിയ ചെയ്യാനായിട്ട്. അപ്പം അത് ക്രൗൺ ഏരിയ ചെയ്യുന്നതിനെക്കാട്ടും ബെറ്റർ ഫ്രണ്ടിൽ തന്നെ പിന്നെയും ഫർദർ ഗ്യാപ്പിൽ ഫില്ല് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഡെൻസിറ്റി ഫ്രണ്ടിൽ കൂടുതൽ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഫ്രണ്ടിൽ പിന്നെ നമ്മുടെ ക്രൗൺ ഏരിയയിൽ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യേണ്ട ലെവൽ എത്തിയിട്ടുമില്ല. ഇപ്പോഴും എല്ലാ സ്ഥലത്തും മുടിയുണ്ട്, ഉള്ള മുടി കുറച്ച് കനം കുറവാന്നുള്ളതാണ്. അപ്പം അത് ഒരു BRP ഡ്രൈവ് കൊണ്ട് പോലത്തെ ഒരു ഇതാണ് കണ്ടിട്ട് തോന്നുന്നത്. നമുക്കൊരു BRP കൂടെ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഫ്രണ്ടിൽ ഇപ്പോൾ ഈ ഡെൻസിറ്റി ഒന്ന് കൂടിയാൽ തന്നെ ബാക്കിലേക്കൊന്നും പിന്നെ ഒരു ശ്രദ്ധ പോകില്ല. അതാണ് പൊതുവെ സംഭവിക്കാറ്. എന്തായാലും നമുക്ക് നോക്കാം. 10 ദിവസം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും. എന്നിട്ട് നമുക്ക് നോക്കാൻ പറ്റും. ഡൗട്ട്സും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇത് കമന്റ് ബോക്സിൽ അറിയിക്കാം. തീർച്ചയായിട്ടും എൻ്റെ റിപ്ലൈ ഞാൻ തീർച്ചയായിട്ടും തരും. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇറങ്ങുന്നത് എല്ലാ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങാൻ നിൽക്കുന്നത്. ഇന്ന് തന്നെ ട്രാവൽ ചെയ്യുന്നത് നാട്ടിലേക്ക്. അങ്ങനെ ഞാനിപ്പോൾ നാട്ടിലേക്ക് ഇറങ്ങുന്നുണ്ട്. എൻ്റെ എല്ലാം കംപ്ലീറ്റ് കഴിഞ്ഞ് ഇതിക്കണ്ട വെച്ചെങ്കിൽ ഇപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ ശേഷം നമ്മൾ പോകുന്ന സമയത്ത് ഇങ്ങനെ ഈ പൊടിയൊന്നും കൊള്ളാൻ പാടില്ല. അതൊന്നും ശ്രദ്ധിക്കണം. കാരണം ഇങ്ങനെ പൊടി ഇപ്പം നല്ല പുറത്ത് നല്ല മഴയുണ്ടായിട്ട് പൊടി കാര്യങ്ങളൊന്നും ഇല്ല. ആ പൊടി കൊള്ളാതെ ഒന്ന് ശ്രദ്ധിക്കണം. ഈ ചായ ഒന്നും കുറച്ച് ദിവസം കുടിക്കണ്ട. ഇത് ജസ്റ്റ് ഒരു ചെറിയൊരു സർജറി കഴിഞ്ഞതല്ലേ. അപ്പോൾ ചായ കോഫി ആ ഒരു രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്ന ആ ഒരു അങ്ങനത്തെ എല്ലാം ഒന്ന് എന്താക്കുക, അതിനെ പാലാണ്ട് കുടിച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ ഇപ്പം സ്മോക്ക് ചെയ്യുന്ന ആള്, അതുപോലെ തന്നെ ആൽക്കഹോൾ അങ്ങനത്തെ യൂസ് ആക്കുന്ന ആള്, അവരെല്ലാം സ്റ്റോപ്പ് ചെയ്യണം തീർച്ചയായിട്ടും കുറച്ച് ദിവസം. അതെല്ലാം ഡോക്ടർ പറയും. ആ ഒരു ചെയ്യുന്ന സമയത്ത് തന്നെ ഡോക്ടർ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് പറയും. അത് കറക്റ്റ് ഫോളോ ചെയ്താൽ മതി. അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ അങ്ങോട്ട് കറക്റ്റ് 10 ദിവസം നല്ലൊരു പ്രോപ്പർ റെസ്റ്റ് എടുക്കണം. ബെഡ് റെസ്റ്റ് കുറച്ച് ദിവസം നല്ലപോലെ ബെഡ് റെസ്റ്റ് എടുക്കണം. അങ്ങനെയാണെങ്കിൽ നീരിറങ്ങിയില്ല. ഇനിയിപ്പോൾ നീരിറങ്ങിയെങ്കിൽ തന്നെ പ്രശ്നമൊന്നുമില്ല. എന്നാലും കറക്റ്റ് പ്രോപ്പറായിട്ട് ബെഡ് റെസ്റ്റിൽ എടുക്കുകയാണെങ്കിൽ നീരിറങ്ങത്തില്ല ആ ഒരു കാര്യങ്ങളെല്ലാം. പിന്നെ പൊടിയൊന്നും കൊള്ളാതെ ഇപ്പോൾ വർക്കൗട്ട് ജിം കളിക്കുന്ന ആണെങ്കിൽ അതിൽ 10 ദിവസത്തേക്ക് അങ്ങനത്തെ സ്റ്റോപ്പ് ചെയ്യണം. നമ്മൾ വേർക്കാൻ പാടില്ല. കാരണം നമ്മൾ തേച്ച് കുളിക്കുന്നില്ല 10 ദിവസം. ജസ്റ്റ് ഒന്ന് വെള്ളത്തോട് ഒപ്പുന്ന ഡോക്ടർ പറഞ്ഞിട്ടും അത് കറക്റ്റ് ഫോളോ ചെയ്താൽ മതി. പിന്നെ 10 ദിവസം കഴിഞ്ഞിട്ടാണ്. 10 ദിവസം ആയെങ്കിൽ പിന്നെ ബാക്ക് ടു നോർമൽ, പിന്നെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതുവരെ ഒന്ന് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഈ ക്യാപ്പ് ഇടല്, അതുപോലത്തെ ഹെൽമെറ്റ് കാര്യങ്ങളെല്ലാം. അപ്പോൾ ഈ 10 ദിവസം എന്തായാലും തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിച്ചേ പറ്റൂ. പിന്നെ ഇപ്പോൾ നമ്മൾ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ കഴിഞ്ഞ ശേഷം ഡോക്ടർ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ പറയും. അത് കറക്റ്റ് ഫോളോ ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഇപ്പം എൻ്റെ ഇപ്പോൾ 2ാമത്തെ സിറ്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ ഫസ്റ്റ് സിറ്റിംഗ് തന്നെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് എല്ലാം കംപ്ലീറ്റ്. എന്നിട്ട് എൻ്റെ ഇപ്പം ഡോക്ടർ കംപ്ലീറ്റ് എൻ്റെ വീഡിയോസിൽ നോക്കലുണ്ട്. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത് കുറച്ച് ഉള്ളിലും ഇതിനേക്കാളും തിക്നെസ് അതിനും ആവണം. ഇത് പോരാ, ഇതിനേക്കാളും ആവാനുണ്ട്. എന്നിട്ട് എനിക്ക് ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ 2ാമത്തെ സിറ്റിംഗ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത്. അപ്പം എന്നിട്ടിപ്പോൾ ഇതിനേക്കാളും നല്ലൊരു റിസൾട്ട് പിന്നെയും കുറച്ചുകൂടി നല്ല ഡെവലപ്പായിട്ട് വരും. പിന്നെ അങ്ങോട്ട് എൻ്റെ കുറെ വ്ളോഗും കാര്യങ്ങളും ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള വെച്ചെങ്കിൽ ഇപ്പൊ നമുക്ക് ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്ത് തരുന്നുണ്ട്. എനിക്കുണ്ട ഒരു ഫീല് എന്താ പറയാ, അത്രത്തോളം നല്ല ഹാപ്പിയാണ്.